വലിയ കലാപമുണ്ടാകുന്നത്. ആ കലാപത്തോടനുബന്ധിച്ച് കലാപത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന നേതാവാണ് 2011 ഉയർന്നു വന്ന നേതാവാണ് മമതാ ബാനർജി. മമതാ ബാനർജി നേരിട്ട് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നേരിട്ട് ഞാൻ ബംഗാളിൽ കൽക്കട്ടയിൽ സന്ദർശിച്ച സമയത്ത് ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ, കുഞ്ഞു സ്ത്രീ, പൊക്കം കുറഞ്ഞൊരു സ്ത്രീ, വണ്ണമില്ലാത്ത പൊക്കമില്ലാത്തൊരു ദീദി, ബംഗാളിന്റെ ദീദിയുടെ പ്രസംഗം, ബംഗാൾ കടുവ തന്നെയായിരുന്നു ദീദി. എന്തൊരു പ്രസംഗമാണ് അത് കേട്ടാൽ. ബംഗാൾ ഭാഷ അറിയാത്ത എനിക്ക് പോലും രോമാഞ്ചമുണ്ടായി. അപ്പോൾ ആ ഭാഷ അറിയാന്നുള്ള ജനങ്ങൾ എങ്ങനെയായിരിക്കും? ആ ദീദിയെ അവർ തെരഞ്ഞെടുത്തു. ദീദി ഇപ്പോൾ 2011 മുതൽ ഇപ്പോഴും തുടർച്ചയായി ദീദി കൊണ്ടുപോവുകയാണ് ബംഗാളിനെ. അങ്ങനെ കൊണ്ടുപോകുന്നതിൽ ദീദിക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ സഹായമുണ്ട്, ബംഗാളിലെ മുസ്ലിങ്ങളുടെ വലിയ സഹായമുണ്ട്, പിന്നെ കുറെയെങ്കിലും വനിതയാണെങ്കിലും അവർ ക്രിമിനലിസത്തെ കൊണ്ടുപോകുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ പ്രവർത്തിക്കാൻ കഴിയില്ല, കൊടിമരങ്ങളില്ല, ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തലയുയർത്താൻ കഴിയാത്ത രീതിയിൽ, അതുപോലെ തന്നെ കോൺഗ്രസിനെയും തലയുയർത്താൻ കഴിയാത്ത രീതിയിൽ ബംഗാളിനെ അടക്കി വാഴുകയായിരുന്നു ബംഗാളിന്റെ സ്വന്തം ദീദി. വങ്കനാടിന്റെ ദീദി അങ്ങനെ അടക്കി വാഴുമ്പോഴാണ് BJPയുടെ രംഗപ്രവേശം. BJP രംഗപ്രവേശം ചെയ്തിട്ട് കഴിഞ്ഞ 5 പ്രാവശ്യവും, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പെടുത്താലും നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്താലും BJPക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. അല്ലെങ്കിൽ BJPക്ക് നഷ്ടമെന്ന് മാത്രമല്ല, BJPക്ക് അവിടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കേരളത്തിലെ കാര്യം പറയുന്നത് പോലെ ഒരു 30% വോട്ട് പിടിക്കാൻ BJPക്ക് അതേസമയം കഴിഞ്ഞിട്ടുണ്ട്. അത് 40% മറ്റും ആക്കി കഴിഞ്ഞാൽ BJPക്ക് അവിടെ വോട്ട് പിടിക്കാനും കഴിയും. ഇനി അവിടെ വരുന്ന പാർട്ടി BJP തന്നെയാണ്. കാരണം ത്രിപുരയിൽ BJP വന്നു. നിർഭൻ ചക്രവർത്തി, ഇന്ത്യയിലെ ഏറ്റവും ആദർശശുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ നിർഭൻ ചക്രവർത്തി, സീനിയർ സിറ്റിസനായ വെറ്ററനായിട്ടുള്ള നിർഭൻ ചക്രവർത്തിയെ മാറ്റിക്കൊണ്ടാണ് അവിടെ ത്രിപുരയിൽ BJP അധികാരത്തിൽ വന്നത്. നിങ്ങൾക്കറിയാമോ, ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് നരേന്ദ്രമോദി BJP പ്രവർത്തകരെ, സംഘപരിവാറുകാരെ ആഹ്വാനം ചെയ്തുകൊണ്ടൊരു പ്രസംഗം നടത്തി.